എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് 1750-നും 1770-നും ഇടയിലുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. സാധാരണ നമ്മളിങ്ങനെ പറയുമ്പോൾ ആദ്യം മുഗളന്മാരെക്കുറിച്ച് പറയും, പിന്നെ പോർട്ടുഗീസുകാരെക്കുറിച്ച് പറയും, ഡച്ചുകാരെക്കുറിച്ച് പറയും, ഇംഗ്ലീഷുകാരെക്കുറിച്ച് പറയും, ഫ്രഞ്ചുകാരെക്കുറിച്ച് പറയും. പക്ഷേ ഞാനിന്ന് മുഗളന്മാരെക്കുറിച്ച് പറയുന്നില്ല, പോർച്ചുഗീസുകാരെക്കുറിച്ചും ഡച്ചുകാരെക്കുറിച്ചും ഫ്രഞ്ചുകാരെക്കുറിച്ചും പറയുന്നില്ല. കാരണം 1750 ആയപ്പോഴേക്കും അവരെല്ലാം തീർത്തും ദുർബലമായി. മുഗൾ ചക്രവർത്തിമാരെന്ന് പറയുന്നത് വെറും നാമമാത്ര രാജാക്കന്മാരായി മാറിയ ഒരു കാലഘട്ടമായിരുന്നു ഇത്. നമുക്കറിയാം 1757-ലെയും 1764-ലെയും പ്ലാസി യുദ്ധം. അത് രണ്ടിലും ജയിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. നമുക്കറിയാം ഒരർത്ഥത്തിൽ ചരിത്രം വഴിമാറുകയാണ് ബ്രിട്ടന് വേണ്ടി, അല്ലെങ്കിൽ ബ്രിട്ടൻ പുതിയ ചരിത്രം രചിക്കുകയാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റും ഈ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. 1756 മുതൽ 1763 വരെ യൂറോപ്പിൽ നടന്ന ഏറ്റവും വലിയൊരു യുദ്ധമാണ് 7 Years വാർ, സപ്തവത്സര യുദ്ധം എന്ന് പറയും. ഇത് എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി ഏകദേശം ആ യുദ്ധം വ്യാപിക്കുകയും ഏതാണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് നമുക്കതിനെ വേണമെങ്കിൽ ആദ്യത്തെ ഒരു ഗ്ലോബൽ വാർ അല്ലെ ലോകമഹായുദ്ധം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. ഈ യുദ്ധം കഴിയുമ്പോഴേക്കും ബ്രിട്ടൻ പുറത്തു വരുന്നത് ഒരു ഹീറോയുടെ ഒരു പരിവേഷത്തോടുകൂടിയാണ്. പിന്നെ ബ്രിട്ടനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യം 7 ഭൂഖണ്ഡങ്ങളിലും അവർ കയ്യൊപ്പ് പതിച്ചു എന്നുള്ളതാണ്. യൂറോപ്പിൽ, അതിൽ ഏഷ്യയിലും ഇന്ത്യയിലും നോർത്ത് അമേരിക്കയിലും ഏതാണ്ട് ഒരേ കാലത്താണ് ഈ ബ്രിട്ടൻ ആധിപത്യം സ്ഥാപിച്ചത്. അതുപോലെ സൗത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ അവിടെ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും കോളനി ആയിരുന്നു മിക്കവാറും എല്ലാം. എന്നാലും അവിടെയും ബ്രിട്ടൻ ചെറിയ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തിരുന്നു. ആഫ്രിക്കയെക്കുറിച്ച് പറയുമ്പോൾ ആഫ്രിക്കയിൽ സ്ലേവ് ട്രേഡ്, അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ്. അതിൻ്റെ ലീഡിങ് ഒരു ട്രേഡ് നടത്തിയിരുന്നത് ബ്രിട്ടനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഓസ്ട്രേലിയയിലേക്ക് 1768 ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് പോയി ഒരു ഭാഗം കൈവശപ്പെടുത്തുകയും അവകാശം സ്ഥാപിക്കുകയും ചെയ്തു. അവർ ഓസ്ട്രേലിയ കണ്ടുപിടിക്കാൻ പ്രധാനപ്പെട്ട കാരണം കുറ്റവാളികൾ ഒരുപാടുണ്ടായിരുന്നു ബ്രിട്ടനിൽ. ഇവരെ നാട് കടത്തണം, അതിനു വേണ്ടിയിട്ട് അവരെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കോളനികൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുമാത്രമല്ല, അതിനേക്കാളേറെ രസകരം, അവർ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്ന, അങ്ങോട്ട് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത പ്രദേശമാണ്. പക്ഷേ അന്റാർട്ടിക്ക കണ്ടെത്തിയില്ലെങ്കിലും അതിൻ്റെ 120 കിലോമീറ്റർ അടുത്ത് വരെ ജെയിംസ് കുക്ക് എത്തി. അത് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, കാരണം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയില്ല. അവിടെയും ഒരു ഭൂഖണ്ഡം ഉണ്ടെങ്കിൽ കോളനി സ്ഥാപിക്കാമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. സ്പിന്നിങ് ജെന്നിയുടെയും അതുപോലെ സ്റ്റീം എഞ്ചിൻ, ആഭ്യന്തരത്തിനെയും കണ്ടുപിടുത്തം വ്യവസായ വിപ്ലവത്തെ ത്വരിതപ്പെടുത്തി. 1753 സ്വീഡൻ വംശനായ കാൾ ലിന്നേഴ്സ് ജീവജാലങ്ങളുടെ വർഗീകരണം നടത്തി. അദ്ദേഹം പറഞ്ഞു ഹോമോസാപ്പിയൻസ് മനുഷ്യൻ, അതുപോലെ ഫെലിസ് കാറ്റസ് പൂച്ച, അതുപോലെ ഒറൈസ സറ്റീവ അരി, ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നു അദ്ദേഹം